ഫോട്ടോഗ്രാഫറായിരുന്നു മിഗ്ദാദ്. ജീവിത വസന്തത്തിന്റെ 2 ദശാബ്ദങ്ങളാണ് ഗൾഫിൽ ചെലവഴിച്ചത്. എന്നാൽ കേരളത്തിന്റെ ഗ്രാമ സൗന്ദര്യം വീണ്ടും മിഗ്ദാദിനെ മടക്കി വിളിച്ചു. തുഞ്ചന്റെ ഖ്യാതിയുള്ള സ്വന്തം മണ്ണിലെത്തിയപ്പോൾ കാണാൻ മറന്നുപോയ കേരള ചാരുത മിഗ്ദാദ് കൺതുറന്ന് കാണുകയായിരുന്നു. ഏതൊരു പ്രവാസിയെയും പോലെ ഗൃഹാതുരത്വത്തിന്റെ വെണ്ണ നൂലുകളിലായിരുന്നു മിഗ്ദാദിന്റെ സ്വപ്നങ്ങൾ. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന മലയാളിയുടെ സൗന്ദര്യബോധം തന്നെയായിരുന്നു മിഗ്ദാദിനെയും ഭരിച്ചത്. ചെറുതിന്റെ സൗന്ദര്യം വിളിച്ചറിയിക്കുന്ന ചെറുവണ്ടി. ചെറുതെങ്കിലും ഓരോ കോണിലും അഴകു നിറയുന്ന വീട്. അതിന് കിളിക്കൂട് എന്നർത്ഥം വരുന്ന അറേബ്യൻ നാമവും. നാട് ചുറ്റാനായിരുന്നില്ല മിഗ്ദാദ് നാട്ടിലേക്ക് വന്നത്. ഞാൻ 10-25 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിലുണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് വരുന്നത് അവരെ വീട്ടിലുള്ള നാട്ടിലുള്ള ആടിനെ, പശുവിനെ, എരുമനൊക്കെ വെച്ചിട്ടാണ് അവിടെ ഗൾഫിലേക്ക് വരുന്നത്. അപ്പോൾ അവർ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിലുണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും മിസ്സിസും കൂടെ ഈ സംരംഭം തുടങ്ങിയത്. കഥകളിൽ വായിച്ചറിഞ്ഞ ഓട്ടക്കാരൻ മുയലുകൾക്ക് മിഗ്ദാദ് മനസ്സുകൊടുത്തു. മേനി നിറയെ കൗതുകം നിറച്ച് മുയലുകൾ മിഗ്ദാദിന്റെ പറമ്പിലെത്തി. 1-2 1000-ഓളം. കൗതുകവും സ്നേഹവുമൊക്കെ വേറെ കാര്യങ്ങൾ. നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ ലാഭം കൊയ്യുന്ന ഒരു കൃഷിയായി മുയൽ വളർത്തൽ മാറണമെന്ന് മിഗ്ദാദിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലായിരുന്നു ആദ്യം ശ്രദ്ധിച്ചത്. മുയൽക്കുട്ടന്മാർക്കും മിഗ്ദാദിനും കൂട്ടായി ഭാര്യ ജാൻസി തന്നെ എത്തി. കൂട് അണുവിമുക്തമാക്കാൻ പ്രവേശന കവാടത്തിൽ തന്നെ ബ്ലീച്ചിംഗ് പൗഡർ ടാങ്ക് ഒരുക്കി. തറയിൽ നിന്നും മണൽ മാറ്റുന്നതോടെ ഓരോ തവണയും വൃത്തി ഉറപ്പാവുകയും ചെയ്യും. 50 അടി നീളവും 50 അടി വീതിയും വരുന്ന വിശാലമായ ഒരു ഷെഡ് ആദ്യം തീർത്തു. അവിടെ മുയൽക്കുട്ടന്മാർക്ക് പാർക്കാൻ സ്വർഗീയ സൗകര്യങ്ങൾ തീർത്തു. 10 അടി നീളവും 4 അടി വീതിയും 1.5 അടി ഉയരവുമുള്ള സമചതുര കമ്പിവലക്കൂടുകൾ ഒരുങ്ങി. 10ഓളം മുയലുകൾക്ക് ഇവിടെ പാർക്കാം. ഓരോന്നിനും പ്രത്യേക അറകളിൽ സുഖവാസം റെഡി. വൃത്തിയും വെടിപ്പുമാണ് മുയൽ കൃഷിയുടെ വിജയമന്ത്രം. അതുകൊണ്ട് തന്നെ സന്ദർശകരെ പരമാവധി ഒഴിവാക്കി. ചൂടാണ് പ്രശ്നം. ചൂടളക്കാൻ താപമാപിനി സ്ഥാപിച്ചു. ഓലപ്പന്തലിന് മുകളിൽ അലുമിനിയം ഷീറ്റിട്ട് ചൂടിനെ തടഞ്ഞു. ഒളിച്ചുവരുന്ന വെയിലിന്റെ വീറിനെ അകറ്റാൻ തണൽ വലകൾ ഉപയോഗിച്ചു. മേൽക്കൂരയ്ക്ക് മുകളിൽ കുമ്പളങ്ങ കുട വിരിഞ്ഞപ്പോൾ അതിന്റെ തണുപ്പും തണലും ആസ്വദിച്ചത് താഴെ മുയലുകളാണ്. മുയൽക്കൂട് മൊത്തത്തിൽ ഉല്ലാസഭരിതമാക്കുവാൻ സംഗീതത്തിന്റെ പൊടിക്കയും മിഗ്ദാദ് പ്രയോഗിച്ചു. സിനിമാ സംഗീതം ആസ്വദിക്കുന്ന മുയൽക്കുട്ടന്മാരുടെ കാഴ്ച ആരെയും ഒരു കാൽപ്പനിക ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്.
മുയലുകളെ പ്രായമനുസരിച്ച് തരാതരം പോലെ ക്രമീകരിക്കുന്ന ചുമതല ജാൻസിക്കാണ്. ഓരോന്നിന്റെയും ചലനങ്ങളും സ്വഭാവവും ദിവസവും നിരീക്ഷിക്കും. വിരുത് കാട്ടുന്നവന്മാരെ പുറത്തെടുത്ത് ഒറ്റയ്ക്ക് പാർപ്പിക്കും. മുയൽ വാഴുമിടം പണം വാരുമിടം എന്ന് ആഷിയാന ഫാമിനു വേണ്ടി പരസ്യവാചകം എഴുതിയത് മിഗ്ദാദ് തന്നെയാണ്. എന്നാൽ പണം വാരണമെങ്കിൽ പഴയ ഓട്ടക്കാരൻ നാട്ടുമുയൽ പോരെന്ന് മിഗ്ദാദിന് അറിയാമായിരുന്നു. അതിനുവേണ്ടത് അനുദിനം മേനിയിൽ മാംസം നിറയുന്ന ഉന്നതന്മാർ തന്നെയാണ്. ഓരോരുത്തരെയും അഭിമാന പുരസ്സരമാണ് ഇദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചത്. ഇവൻ സോവിയറ്റ് ചിഞ്ചില. ഒരിടത്തിരിക്കുമെന്ന് കരുതണ്ട. സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യം അവകാശപ്പെട്ട് ഓടി നടക്കും. റഷ്യക്കാരുടെ ഓമനകളാണ് തങ്ങൾ എന്ന ബോധം ഇപ്പോഴുമുണ്ട്. ചാരനിറം തന്നെയാണ് ഇവരുടെ ചാരുത. കാണാൻ മിടുക്കന്മാരായ ഇവർക്ക് നല്ല മാംസവും മൃദുരോമ ചർമ്മവുമുണ്ട്. പിന്നീട് വന്നത് ഗ്രേ ജയന്റ്. സ്വദേശം റഷ്യ തന്നെ. തീറ്റയ്ക്കു വേണ്ടി ഒരു സന്ധിയില്ലാ പോരാട്ടത്തിന് എപ്പോഴും തയ്യാർ. കാട്ടിലെ ചെവിയൻ മുയലുകളുമായി രൂപസാദൃശ്യമുണ്ടിവർക്ക്. തൊലി കറുത്തതെങ്കിലും രോമങ്ങൾക്ക് തിളങ്ങുന്ന തവിട്ടുനിറം. ഇണകളുമായി രമിച്ചു നടക്കാൻ എപ്പോഴും പ്രിയം. മറ്റൊരു താരമായി ന്യൂസിലാൻഡ് വൈറ്റ് വൺ. തടിച്ച ശരീരവും കുറുകിയ കാലുമൊഴിച്ചാൽ ഇവൻ ഇംഗ്ലണ്ട് സായിപ്പ് തന്നെ. മേനിയാകെ നിറയുന്ന ശുഭ്രശോഭ, അളന്നു മുറിച്ച ചെവികൾ, ചോരച്ചുവപ്പൻ കണ്ണുകൾ, വില്ലുപോലെ വളഞ്ഞ നെറ്റി. പൂർണ്ണ വളർച്ചയെത്തിയാൽ 5 കിലോയോളം എത്തും. സൗമ്യതയിൽ വെള്ളക്കാരെയും വെല്ലും. കറുപ്പിന് 7 അഴകെങ്കിൽ അത് സോവിയറ്റ് ബ്ലാക്കിന് അവകാശപ്പെട്ടതാണ്. റഷ്യക്കാരായ ഇവർ എണ്ണത്തിൽ കുറവാണ്. പഞ്ഞിക്കെട്ടിന്റെ രൂപമാണ് അങ്കോറയ്ക്ക്. എന്തും കാർന്നു തിന്നുന്ന ഇവർക്ക് മഞ്ഞുകാലമാണ് പ്രിയം. വെൺപട്ടു രോമം പുതച്ച മേനിയിൽ പണമായി നിറയുന്ന രോമം തന്നെയാണ് ഇവരുടെ പ്രത്യേകത. വർഷം തോറും ഓരോ കിലോ രോമമാണ് ഇവരുടെ സംഭാവന. കമ്പിളിയും കാർ സീറ്റുമൊക്കെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളാണെന്നതിൽ അഭിമാനിക്കുന്നവരാണ് അങ്കോറകൾ. ശുദ്ധജനുസുകൾക്ക് കൂട്ടായി സങ്കരവർഗക്കാരുമുണ്ട്. ഗ്രേ ജയന്റും സോവിയറ്റുമായി ചേർന്നവരും ബ്ലാക്കും ന്യൂസിലൻഡുമായി ചേർന്നവരുമൊക്കെയായി ഒരു വലിയ നിര തന്നെയുണ്ട് മിഗ്ദാദിന്റെ ഫാമിൽ. താഴോട്ട് തൂങ്ങുന്ന ചെവികളും ഓമനത്വമുള്ളവരുമാണ് സങ്കരക്കാർ. കുസൃതി ഒട്ടും കുറവല്ലതാനും. ഓരോന്നിനും ആവശ്യമായ പരിചരണം ആവശ്യമായ സമയത്ത് നൽകുകയെന്നതാണ് മിഗ്ദാദിന്റെ തന്ത്രം. മുയൽ മേനിയിൽ നല്ല മാംസം നിറയണം. അതിനു വേണ്ടത് നല്ല തീറ്റ തന്നെയാണ്. അതുകൊണ്ട് അത് സ്വന്തമായി തന്നെ രൂപപ്പെടുത്തി. കടല, ചോളത്തവിട്, കടലപ്പിണ്ണാക്ക്, ഉഴുന്ന് തവിട്, ഉപ്പ്, വിറ്റാമിൻ,
ധാതുലവണ മിശ്രിതം എന്നിവയാണ് തീറ്റയിലെ ചേരുവകൾ. പ്രത്യേകം തയ്യാർ ചെയ്ത് തിരത്തീറ്റയാക്കി പാക്ക് ചെയ്യുന്ന തീറ്റ വിൽപ്പനയുമുണ്ട്. മുയലുകൾക്ക് തീറ്റ നൽകുവാൻ പ്രത്യേകതയുള്ള പാത്രങ്ങൾക്കും മിഗ്ദാദ് രൂപം നൽകി. തിന്നുന്നതിനനുസരിച്ച് പെല്ലറ്റുകൾ മുകളിൽ നിന്ന് താഴേക്ക് മണിമണിയായി ഉരുളുന്നതാണ് ഘടന. മുയലുകൾക്ക് തീറ്റ നൽകുന്നത് മിഗ്ദാദ് തന്നെയാണ്. ഗ്രാമാണ് ഓരോരുത്തരുടെയും റേഷൻ. ഗർഭിണികൾക്ക് തരാതരമനുസരിച്ച് അല്പം കൂടും. രാവിലെയും വൈകിട്ടും മിഗ്ദാദ് വിളമ്പുന്ന തീറ്റ വർദ്ധിച്ച ഉത്സാഹത്തോടെയാണ് മുയൽക്കുട്ടന്മാർ അകത്താക്കുക. വെള്ളത്തിന്റെ ചുമതല ജാൻസിക്കാണ്. ഭാരമുള്ള മൺപാത്രങ്ങളിലാണ് ശുദ്ധജലം നൽകുന്നത്. രാവിലെ തന്നെ എല്ലാ കൂടുകളിലും അത് നിറഞ്ഞു കഴിയും.